ഹായ്, ഇറ്റ്സ് മീ ഐശ്വര്യ. മാസ്റ്റർ ശ്രീ ആദേശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ലവേഴ്സിനിടയിൽ ഒരു വഴക്ക്, ഒരു പിണക്കം ഉണ്ടാകുന്ന ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്ത് നിങ്ങളുടെ ഒരു ലവർ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായി മാസ്റ്റർ ശ്രീ ആദേശിന്റെ പേഴ്സണൽ കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ലവേഴ്സിനിടയിൽ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വഴക്കുണ്ടാക്കുക, പിണങ്ങുക എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ലവർ, ആ ഒരു പാർട്ണർ നമ്മളോട് ഇങ്ങോട്ട് വന്ന് മിണ്ടണം, നമ്മളെ ഒന്ന് മിസ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് വിളിക്കണം, മെസ്സേജ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ ആ ഒരു വ്യക്തി മിസ് ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ വരുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒരു 90% കട്ട് ചെയ്യുക. ഇവിടെ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുക എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നിങ്ങൾ അവരുമായിട്ട് ഒരിക്കലും ആ ഒരു ദിവസം ഫുള്ളായിട്ട് കോൺടാക്റ്റ് ചെയ്യരുത് എന്നല്ല, മറിച്ച് എന്തായിരിക്കണം, ഒരു 90% മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യാനും ഒരു 10% മാത്രം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും എന്താണ് ഓവറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നിങ്ങൾ നടത്തരുത്. അതിപ്പോൾ ഒരു കോളായാലും ശരി, ഒരു ചാറ്റിംഗ് ആയാലും ശരി, മെസ്സേജ് ആയാലും ശരി, ഏത് രീതിയിലായാലും ശരി, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ പറയുന്നുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പിണക്കം ഉണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആ ഒരു വഴക്കുണ്ടായിട്ടുണ്ടാവുക നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള ചില തെറ്റുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടാകുന്ന ഒരു സമയത്ത് നമ്മളിങ്ങനെ പെട്ടെന്ന് കയറി മിണ്ടുകയാണ് അല്ലെങ്കിൽ അവർ വിളിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഒരുപാട് നന്നായി തന്നെ വീണ്ടും പഴയതുപോലെ സംസാരിക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും ആ ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഒരു 90% ഒക്കെ നിങ്ങൾ അവിടെ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കുക, മറിച്ച് എന്ത് ചെയ്യുക, ഒരു 10% മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അവർ വിളിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് കോളൊക്കെ അറ്റൻഡ് ചെയ്യാം. കോൾ അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്ക് മറുപടിയൊക്കെ നൽകും. ഒരു യെസ് ഓർ നോ എന്നുള്ള ആ രീതിയിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, പഴയ ദിവസങ്ങളിലെ പോലെ തന്നെ ഓവറായിട്ട് സംസാരിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് തന്നെ ഫീൽ ചെയ്യും എന്താ ഇന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ് പഴയ പോലെ അങ്ങോട്ട് സംസാരിക്കുന്നില്ലോ, എന്തെങ്കിലും സങ്കടം ഉണ്ടോ, ഇനി ഞാൻ ചെയ്തത് തെറ്റായിട്ടാണോ ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ടാവുക എന്നവർ ചിന്തിക്കുന്നുണ്ടാവും. പതിയെ എന്തായിരിക്കും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാകും. ആ ഒരു കോൾ നിർത്തുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ മെസ്സേജ് നിർത്തുന്ന ഒരു സമയത്തോ തീർച്ചയായിട്ടും എന്തായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളെ ചെറുതായിട്ടെങ്കിലും ഒന്ന് മിസ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻ ഒരു 90% മാത്രം കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി ചെയ്യേണ്ട ഒരു കാര്യമാണ് മാന്യമായി സംസാരിക്കുക, പെരുമാറുക. ഇങ്ങനെ പിണക്കുണ്ടാകുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ചിലർക്ക് നല്ല രീതിയിൽ ദേഷ്യപ്പെടാറുണ്ട്, മോശമായിട്ട് തന്നെ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. പകരം എന്താണ് അവരുടെ ഭാഗത്ത് നിന്നായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും പൊട്ടിത്തെറിച്ച് മോശമായിട്ടുള്ള രീതിയിലൊന്നും സംസാരിക്കാതെ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ സംസാരിക്കുക. വളരെ സോഫ്റ്റായി കൈൻഡായി തന്നെ അവരോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു സമയത്ത് അവർക്ക് തന്നെ ഫീൽ ചെയ്യും ഞാൻ ഇത്രയും ചെയ്തിട്ട് പാവം ഒരുപാട് സങ്കടപ്പെട്ടു, എന്നിട്ട് എന്നോട് എത്ര നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് എന്നൊരു ഫീൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്താണ് നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരു സമയത്ത് അല്ലാത്ത ഒരു സമയത്താണെങ്കിലും ശരി എപ്പോഴും മാന്യമായ രീതിയിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മളൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോൾ അവസാനിക്കുമ്പോഴായാലും ശരി, ഒരു ചാറ്റിംഗ് അവസാനിക്കുമ്പോഴായാലും ശരി, അവർക്ക് തന്നെ തോന്നുന്നുണ്ടാകും എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ടാകും അല്ലേ. അപ്പോൾ പതിയെ നിങ്ങളിലേക്കുള്ള ആ ഒരു ശ്രദ്ധ പോകാനും അതുപോലെ നിങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ അവർക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാന്യമായി സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. മൂന്നാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയാസിലൊക്കെ ഫണ്ണി ആയിട്ടുള്ള സ്റ്റാറ്റസ് ഒക്കെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് ചിലപ്പോൾ വിഷമമൊക്കെ ഉണ്ടായിരിക്കും, ഉള്ളിൽ ഇങ്ങനെ പിണങ്ങിയതിൻ്റെ പേരിലൊക്കെ നമുക്ക് എന്തായിരിക്കും ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരിക്കും. എങ്കിൽ കൂടി എന്താണ് നമ്മളത് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് മറ്റ് അവർ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ നമ്മളൊരു പഴയ പിക്ക് പോസ്റ്റ് ചെയ്യുന്നതാകാം, അതും അല്ലെങ്കിൽ മറ്റു ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കാണുന്ന അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും, അയ്യോ ഇങ്ങനെ ഒരു വഴക്കുണ്ടായിട്ട് എന്താ ഫീൽ ചെയ്തില്ലേ, എനിക്ക് നന്നായിട്ട് സങ്കടമായിട്ടുണ്ടല്ലോ, ഇതെന്താ അവർക്ക് ഫീൽ ചെയ്യാത്ത എന്നുള്ള എന്താ നിങ്ങളുടെ മനസ്സിൽ എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്കുണ്ടായിരിക്കും. പിന്നീട് എന്തായിരിക്കും അവർ നിങ്ങളൊന്നില്ലെങ്കിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ടാകും. ഇങ്ങനെ എന്താണ് നിങ്ങളൊന്ന് മിസ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി ചെയ്യേണ്ടത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയാസിൻ്റെ ഉപയോഗം
കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ നാലാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയാസിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ പിണങ്ങിയിരിക്കുകയാണ്, അവർ നോക്കുന്ന ഒരു സമയത്ത് നിങ്ങളാണെങ്കിൽ ഫുൾ ടൈം ഓൺലൈൻ ഉണ്ട്, പക്ഷെ അവർക്കൊന്നൊരു മെസ്സേജ് അയക്കുകയോ ചാറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലുണ്ടായിരിക്കും ഫുൾ ടൈം ഓൺലൈൻ ഉണ്ടല്ലോ, എന്നോടാണെങ്കിൽ മെസ്സേജ് അയക്കുന്നില്ല, പിന്നെ ഇത് ആരോടാണെങ്കിൽ ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരോടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്തകൾ വരാനും അതൊരു സംശയത്തിലേക്ക് പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അത് പിന്നീട് എന്താണ്, ഇപ്പോൾ ഉള്ള ഒരു വഴക്കിനേക്കാളും വലിയൊരു വഴക്കിൽ ചെന്ന് അവസാനിക്കാനും ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കാതിരിക്കുക, അതുപോലെ തന്നെ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും എന്താണ്, നിങ്ങളെ ഓൺലൈനിലൊക്കെ കാണാതിരിക്കുന്ന ഒരു സമയത്ത് അവരുടെ മനസ്സിൽ തന്നെ ഒരു ഭയം ഉണ്ടായിരിക്കും. ഇപ്പം എന്താവോ ചെയ്യുന്നുണ്ടാവുക, പുറത്തേക്ക് പോയിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുകയാണോ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു ആശങ്ക, ഒരാഗ്രഹമൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരിക്കും. നിങ്ങൾ എന്താണ് ചെറുതായിട്ടെങ്കിലും ഒന്ന് മിസ് ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ഓൺലൈനിൽ കാണാതിരിക്കുന്ന ഒരു സമയത്ത് എന്തായിരിക്കും, തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളായിരിക്കും വരുന്നുണ്ടാകുക. അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയാസിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെയും എന്താണ്, ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാക്കാൻ നമുക്കിവിടെ സാധിക്കും. ഇതാണ് നമ്മൾ അടുത്തതായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 5th പോയിന്റായി പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആക്റ്റീവായി നിൽക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെ ആയിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പിണങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് എന്തായിരിക്കും, നമ്മളൊന്ന് മൂഡ് ഓഫ് ആവാറുണ്ട്, നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് നല്ല രീതിയിലൊന്നും ചെയ്യാൻ സാധിക്കാറില്ല. പക്ഷേ പകരം എന്ത് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആക്റ്റീവായി തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് മറ്റാർക്കും വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ല, നമുക്ക് തന്നെ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ ആക്റ്റീവായി നിൽക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പറയാതെ തന്നെ അവരിലേക്ക് അത് പതിയെ എത്തുന്നുണ്ടാവും. മറ്റൊന്നും ആയിരിക്കില്ല, നമുക്കിടയിൽ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായിരിക്കും. എപ്പോഴും ഏതൊരു ലവേഴ്സിനിടയിലും എന്താണ്, ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കും കോമൺ ആയിട്ട്. അപ്പോൾ അവർ വഴി അവർ അറിയുന്നുണ്ടാകും അവൻ ഓക്കെയാണ് അല്ലെങ്കിൽ അവൾ ഓക്കെയാണ്, അവൾ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടാകും. അപ്പോൾ അത് കേൾക്കുന്ന നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, എനിക്കിത് സങ്കടമായല്ലോ, ഇതെന്താ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, ഞാൻ വിചാരിച്ച ഇതിലൊക്കെ ഒരുപാട് വിഷമിക്കും അല്ലെങ്കിൽ സങ്കടപ്പെടും എന്നാണല്ലോ എന്നായിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാകുക. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാതെ അവർ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ആക്റ്റീവായി നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ഇത് നമുക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ ഇതും എന്താണ്, ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യാനുള്ള ഒരു കാരണം കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ 5ാമതായി ചെയ്യേണ്ട ഒരു കാര്യം. 6th പോയിന്റ് അതിന് ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം സോറി പറയുക എന്നുള്ളതാണ്. ചില തെറ്റുകൾ നമുക്കൊക്കെ സംഭവിക്കാറുണ്ടല്ലേ. ഇനി അഥവാ നിങ്ങളുടെ ഭാഗത്ത് നിന്നാണ് ഒരു തെറ്റ് സംഭവിച്ചെങ്കിൽ കൂടി നിങ്ങൾ അവിടെ ഒരു സോറി പറയാൻ വേണ്ടി തയ്യാറാവുക. എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒക്കെ ഒരു തെറ്റ് സംഭവിക്കാറുണ്ടല്ലേ, അപ്പോൾ പറ്റിപ്പോയി ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് അവരോട് ഒരു സോറി പറയാൻ വേണ്ടി തയ്യാറാവുക. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആവില്ല ആ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവുക, അവരുടെ ഭാഗത്തു നിന്നായിരിക്കും. എങ്കിൽ കൂടി എന്താണ്, ആ ഒരു സോറി അവരോട് പറയാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊന്നിനുമല്ല, ഇങ്ങനെ ഒരു സോറി പറയുന്നതിലൂടെ നിങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത് അവിടെ ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അവരാണ് ഇനി തീരുമാനിക്കേണ്ടത്, ഇനി പിണങ്ങണോ, അടി ഉണ്ടാക്കണോ, അല്ലെങ്കിൽ പഴയ പോലെ തന്നെ മുന്നോട്ട് പോകണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ഇങ്ങനെ ഒരു സോറി പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അത് തെറ്റ് ആരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചാലും ശരി, നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരു സോറി പറയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സത്യത്തിൽ ഈ ഒരു 6ാമത് പറഞ്ഞ പോയിന്റാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തി മിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത് ക്ലിയർ ആയി കഴിഞ്ഞു. എന്താണ്, പതിയെ ആ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്ത് തുടങ്ങാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാനുമുള്ള ഒരു സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എന്താണ് മോശമായിട്ടുള്ള രീതിയിൽ ഒരിക്കലും ബാധിക്കില്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് മിതമായ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും എന്താണ് നിങ്ങളുടെ ഒരു ദേഷ്യത്തിൻ്റെയോ വാശിയുടെയോ പുറത്തൊന്നും ഈ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാനും വേണ്ടി ശ്രമിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ മിസ് ചെയ്ത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ, നിങ്ങളുടെ ഒരു ലവർ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.